بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു ഷുആറാ 71 മുതൽ 76 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാലു ഈ സൂറത്തിൽ പലതവണ ആവർത്തിച്ചു വന്നൊരു പദമാണ് ഖാല, ഖാലു തുടങ്ങിയത്. ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, പൂർണ്ണമായ തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാഫ്, നല്ല കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാലു നഅ്ബുദു, ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കാത്തുണ്ട്, ഇവിടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. അസ്നാമ, ഈ പദം നല്ലപോലെ ശ്രദ്ധിക്കണം. ഹംസ തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് ആ, എന്നാൽ ശേഷമുള്ള സ്വാദാകട്ടെ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ അക്ഷരം. ഫനളു, ഇവിടെ തൻവീനും ശേഷം ഫാഉമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചു ഉച്ചരിക്കണം. തൻവീനിനെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കുക. ഫനളു, വാഹിന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ഫനളു, നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലിൻ്റെ അറ്റവും, ഇതാണ് വാഹിൻ്റെ മഖ്റജ്. ഫനളു നളു. ലഹാ ആകിഫീൻ, ഐന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വ്യക്തമായി എല്ലാ അക്ഷരങ്ങളും മഖ്റജിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് ഓതുക. ഖാല, വീണ്ടും ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, യസ്മഊനകും ഇതിലുള്ള സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇദ് തദ്ഊൻ, ദാലി നേരത്തെ വാഇനെ കുറിച്ച് പറഞ്ഞതുപോലെ അതേ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ദാൽ. നാവിൻ്റെ മുൻവശത്തിൻ്റെ മുകൾ ഭാഗം, അറ്റത്തിൻ്റെ മുകൾ, മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ഇദ് തദ്ഊൻ, തദ്ഊൻ എന്നതിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഇദ് തദ്ഊൻ ഔ യൻഫഊനകും, സാക്കിനത്തെ നൂനും ശേഷം ഫാഉം വീണ്ടും വന്നു. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. യൻഫഊനകും, മണിക്കൽ തർക്കീഖാണ് ഇവിടെയൊക്കെ. യൻഫഊനകും എന്നതിൻ്റെ അന്ത്യത്തിലുള്ള സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഔ യൻഫഊനകും ഔ യദുറൂൻ, ളാദ് റാ ഇവ രണ്ടും തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. ളാദ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ഔ യദുറൂൻ. ഖാലു, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, സൂചിപ്പിച്ച കാര്യമാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ബൽ വജദ്നാ, ഇതിൽ വജദ്ന എന്നതിലെ ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. അതിലുള്ള അലിഫിൻ്റെ ദീർഘമാകട്ടെ ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ വന്നു എന്നതുകൊണ്ടുള്ള മദ് മുൻഫസിൽ ജായിസ് എന്ന 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകേണ്ടതായ മദ്ദാകുന്നു. ബൽ വജദ്ന ആബാഅന, ഈ പദത്തിലും ദീർഘമുണ്ട്. എന്നാൽ ഇത് മദ് മുത്തസിൽ വാജിബാണ്, ഒറ്റ പദത്തിലാണ് അലിഫും ശേഷം ഹംസയും വന്നത്. നിർബന്ധമായും 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ആബാഅന കദാലിക യഫ്അലൂൻ, കദാലിക യഫ്അലൂൻ. ഈ വചനത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ഖാലു എന്നതിലെ ഖാഫും അലിഫും ഒഴിച്ച് ബാക്കി എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. കദാലിക എന്ന് പറയുന്നത് കദാലിക, കദാലിക യഫ്അലൂൻ. ഇത് നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ മാത്രമാണ് പ്രത്യേകം എടുത്തു പറയാറുള്ളതെങ്കിൽ
ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖാല വീണ്ടും ഖാഫിനും അലിഫിനും തഫ്ഖീം സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അഫറഅയ്തും റാഇന് മാത്രം തഫ്ഖീം കൊടുക്കുക. അഫറഅയ്തും അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ. റഅയ്തും മാ ഇവിടെ സാക്കിനത്തായ മീമും ശേഷം ഹറക്കത്തുള്ള മീമും ഇവ രണ്ടിനെയും ഇദ്ഗാം ചെയ്ത് മണിച്ച് ഒറ്റ മീമാക്കി ഉച്ചരിക്കണം. ഇദ്ഗാം ഷഫവി എന്ന് പറയാം, ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ പേര് നൽകാം. അഫറഅയ്തും മാ കുൻതും, കുൻതും സാക്കിനത്തായ നൂനും ശേഷം താവും നേരത്തെ വന്നതുപോലെ അൻതും വരാൻ പോകുന്നു അല്ലേ. കുൻതും ഇവിടെ സാക്കിനത്തായ നൂനും താവുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മാ കുൻതും തഅബുദൂൻ. വീണ്ടും അൻതും ഇവിടെയും സാക്കിനത്തായ നൂനും താവുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം. ശേഷം വാവ് വരുന്നു, സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. വാവിൻ്റെ മുമ്പിൽ മീമ് അവ്യക്തമാവാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്ത് അൻതും വആബാഉകും എന്ന് ഓതുക. ആബാഉകും എന്നതിലെ ദീർഘം നേരത്തെ വന്ന ആബാഅന എന്നതിലുള്ള അതേ ദീർഘം തന്നെ. മദ് മുത്തസിൽ വാജിബ്, നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അൽ അഖ്ദമൂൻ ഇതിലുള്ള ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. വആബാഉകുമുൽ അഖ്ദമൂൻ ഖാഫിന് തഫ്ഖീമും കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫ് കൂടിയാണ്, ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قالوا نعبد أصناما فنظل لها عاكفين. قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون. قالوا بل وجدنا آباءنا كذلك يفعلون. قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون. കഴിഞ്ഞ വചനങ്ങളിൽ നാം അവസാനമായി പാരായണം ചെയ്തു വച്ചത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനങ്ങളാണ്. സംഭവബഹുലമായ ധാരാളം ത്യാഗങ്ങളെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ചരിത്രമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ളത്. എന്താണ് അദ്ദേഹം തൻ്റെ സമൂഹവുമായി സമുദായവുമായി നടത്തിയ സംഭാഷണം? തൻ്റെ പിതാവിനോടും തൻ്റെ ജനതയോടും അദ്ദേഹം ചോദിക്കുകയാണ്. ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ. നിങ്ങൾ എന്താണ് ആരാധിക്കുന്നത്? നിങ്ങളെ ഈ ആരാധനയുടെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ശേഷം ഖാലു അവർ പറഞ്ഞു, നഅബുദു അസ്നാമ, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നു. സനം എന്നതിൻ്റെ ബഹുവചനമാണ് അസ്നാം. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നു. ഫനളല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ അവയ്ക്ക് ഭജനമിരിക്കുന്നവരായി അവരുടെ മുമ്പിൽ സ്ഥിരമായി കഴിഞ്ഞുകൂടുന്ന വിധത്തിൽ അങ്ങനെ കഴിയുകയാണ്, ആരാധനയുമായി മുഴുകുകയാണ്. ഞങ്ങൾ അവരുടെ ആ ബിംബങ്ങൾക്ക്
ഭജനമിരിക്കുന്നവർ കൂടിയാണ് എന്നവർ മറുപടിയും നൽകുന്നു. ഖാല, അദ്ദേഹം ചോദിക്കുകയാണ്, ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ നിങ്ങളെ കേൾക്കുമോ? നിങ്ങൾ അവയോട് പ്രാർത്ഥിക്കുകയാണല്ലോ, അപ്പോൾ അവ നിങ്ങളെ കേൾക്കുമോ? ഔ യൻഫഊനകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമോ അവ? ഔ യദുറൂൻ, അതല്ലെങ്കിൽ വല്ല ഉപദ്രവവും ചെയ്യുമോ? സൂറത്തുൽ അംബിയായിൽ അല്പം കൂടി വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ ഉഫില്ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനിൽ, ഉഫില്ലക്കും, നിങ്ങൾക്ക് നാശം, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത ഈ വസ്തുക്കളെ നിങ്ങൾ എന്തിനു ആരാധിക്കുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ അവരോട് പറയുന്നുണ്ട്. ശേഷം അവർ ഉത്സവത്തിന് പോയതായ അവരുടെ ഒരു ആഘോഷ ദിനത്തിൽ അദ്ദേഹം എല്ലാ ബിംബങ്ങളെയും തച്ചുടക്കുകയും അവയെ നശിപ്പിക്കാൻ ഉപയോഗിച്ചതായ ആ മെഴു വലിയ ബിംബത്തിൻ്റെ തോളിൽ കൊളുത്തിവെക്കുകയും ചെയ്ത സംഭവമൊക്കെ വിവരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ സൂറത്തുൽ അംബിയായിൽ നമുക്ക് വായിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ അവരും അദ്ദേഹം നടത്തിയ സംഭാഷണം മാത്രം അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഖാലു, അവർ പറയുകയാണ്, ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, എന്നാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇപ്രകാരം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വജദ്ന, ഞങ്ങൾ കണ്ടു, ആബാഅന, ഞങ്ങളുടെ ബാപ്പമാരെ, പിതാക്കന്മാരെ, കദാലിക യഫ്അലൂൻ, അപ്രകാരം ചെയ്യുന്നത്. ഇത് തന്നെയായിരുന്നു മക്ക മുശ്രിക്കുകൾ നൽകിയ മറുപടി. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിന്തുടരൂ എന്ന് അവരോട് പറഞ്ഞാൽ, ബൽ വജദ്ന ബൽ ഖാലു വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലു ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരെ എങ്ങനെ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റിപ്പോരുന്നത്. അവരെന്ത് ചെയ്തോ അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസവും ആചാരവും ആരാധനയൊക്കെ അങ്ങനെയാണ് എന്ന് അവിടെയും അവർ മറുപടി നൽകും. ഇന്നും ഈ മറുപടി നമുക്ക് ആളുകളിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. ഷിർക്കിൽ ആപതിച്ചു പോയിട്ടുള്ള ആളുകൾ അവർ നൽകുന്ന മറുപടി, അപ്പോൾ ഞങ്ങളുടെ മുൻഗാമികളൊക്കെ ചെയ്തു പോയത് എന്താ, അതൊക്കെ ഷിർക്കാണോ? ഞങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തു പോരുന്നത് എന്ന മറുപടിയാണ് സമൂഹങ്ങളിൽ നിന്നൊക്കെ എക്കാലത്തും ഉണ്ടാകാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും. വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, നിങ്ങളൊന്ന് പറയൂ. അവ അതഅമ്മൽതും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അഫറഅയ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുവോ എന്നതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതഅമ്മൽതും, നിങ്ങൾ ചിന്തിച്ചോ. ഫറഅയ്തും മാ കുൻതും തഅബുദൂന മിനൽ അസ്നാമി മിൻ ദൂനില്ലാഹ്, നിങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ കുറിച്ച്, അവയുടെ അവസ്ഥ, നിങ്ങളുടെ ഈ ആരാധന, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങൾ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ ചെയ്തു എന്നല്ലേ ന്യായമായി പറയുന്നത്. അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളായ പൂർവികരായ പിതാക്കന്മാരുമൊക്കെ ചെയ്തു പോന്ന ഈ ആരാധനയെക്കുറിച്ച് നിങ്ങളൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. എന്ത് ബുദ്ധിശൂന്യമായ കാര്യമാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം.